എന്ത് യോഗ്യതയാണ് ഞാൻ ആ പേരിന് എനിക്കുള്ളത്? ആ പേരിന് ഞാൻ യോഗ്യതയുള്ളവളല്ല. എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്കും എൻ്റെ മനസ്സ് കീറി മുറിച്ചുപോയി. ഇവിടുന്ന് ഇതിന്റെ പേരിൽ എന്നെ വിട്ടാലും മാക്സിമത്തിന്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് രേണുസുതി ഈ വീട്ടിലോട്ട്, ബിഗ് ബോസിലോട്ട് വന്നത്. എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല, ക്ഷമിക്കൂല, ക്ഷമിക്കൂല. അതിന്റെ പേരിൽ എന്ത് വന്നാലും ക്ഷമിക്കൂല. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ പ്രൊമോയിൽ വന്ന കാര്യമാണ്. രേണു സുധി ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലൈവിൽ കണ്ടതാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. രേണു സുധി എന്ന് പറയുന്നത് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട ഒരു സ്ത്രീയാണ്. അവരൊരു സിംഗിൾ മദറാണ്. അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. അവരൊറ്റയ്ക്ക് കുടുംബം പോറ്റുന്ന ഒരു സ്ത്രീയാണ്. അവർ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അവരൊരു ആർട്ടിസ്റ്റാണ്. അവരുടെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട്, നോക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ജോലി ചെയ്തും നാടകം കളിച്ചും ഒക്കെ ജീവിക്കുകയാണ്. അവരുടെ പ്രവൃത്തികളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകാം. അവരുടെ പ്രവൃത്തികളിൽ യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവാം. അതൊക്കെ ബിഗ് ബോസിന്റെ പുറത്തെ കാര്യങ്ങളാണ്. ഞാൻ ബിഗ് ബോസിനകത്തെ രേണുസുധിയെ മാത്രമാണ് നോക്കുന്നത്. എനിക്ക് പുറത്തെ രേണുസുധി നേരിട്ട സൈബർ ആക്രമണങ്ങളോട് വ്യക്തിപരമായി യോജിപ്പുള്ള ഒരാളല്ല. രേണുസുധി പറഞ്ഞ പല കാര്യങ്ങളിലും നമുക്ക് അതൃപ്തിയുള്ള കാര്യങ്ങളുണ്ടാവാം, യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ഇത്രയൊന്നും അനുഭവിക്കേണ്ട കാര്യമൊന്നും അവർ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് രേണുസുധി ഇത്രയേറെ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും ഒക്കെ നേരിട്ടപ്പോൾ അതിനോട് ഒരു സമയത്തും യോജിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല വ്യക്തിപരമായതിൻ്റെത്. അപ്പോൾ അത് നോക്കിയിട്ടല്ല ഞാൻ രേണുസുധിയെ വിലയിരുത്തുന്നത്. ബിഗ് ബോസിനകത്തൊരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ രേണുസുധിക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ബിഗ് ബോസ് യൂസ് ചെയ്യാനായിട്ട്, ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒരു വിക്ടിം കാർഡ് കളിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ അക്ബർ രേണുസുധിയെ വിളിച്ചത് തെറ്റ് തന്നെയാണ്. അതൊരു ടാസ്കിന്റെ ഭാഗമായിരുന്നു എന്നതുകൊണ്ട് ക്ഷമിക്കാവുന്ന തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വന്നു നിന്ന ഓരോരുത്തരും അപ്പവായി തോന്നിയ ഓരോ വാക്കുകൾ പറയുകയാണ്. അതിന്റെ പേരിൽ അക്ബർ പലതവണ ക്ഷമ ചോദിച്ചൊരു സാഹചര്യത്തിൽ വീണ്ടും രേണുസുധി ഇതിനെ പിച്ച് ചെയ്തെടുക്കുന്നതിന്റെ കാരണം ബിഗ് ബോസ് വിളിച്ച് രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട് ആ പ്രശ്നം പരിഹരിച്ചോ എന്ന്, മോഹൻലാൽ പറഞ്ഞ ആ പ്രശ്നം. അപ്പോൾ ആ സമയത്ത് രേണുസുധിക്ക് മനസ്സിലായി ഇത് കുറച്ച് സീരിയസ് ആയിട്ടാണ് ബിഗ് ബോസ് ഈ ടോപ്പിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ച് രേണുസുധിയോട് ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും പുറത്ത് ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് കത്തിയിട്ടുണ്ടാകാമെന്നും രേണുസുധി കരുതുന്നുണ്ട്. രേണുസുധിയെ ശാരിക ഉൾപ്പെടെ ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റ് സ്ത്രീ മത്സരാർത്ഥികൾ നിരന്തരമായിട്ട് ഉപദേശിക്കുന്നുണ്ട്. അക്ബറിന് എതിരെ ഗെയിം കളിക്കുന്നവർ ചേച്ചി ഒരിക്കലും ക്ഷമിക്കേണ്ടതില്ല എന്ന ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ രേണുസുധിയും പറയുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അത് രേണുസുധി ഒരു ഗെയിം ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഞാൻ സിൻസിയർ ആയിട്ട് വിശ്വസിക്കുന്നത് രേണുസുധി ഈ കാണിക്കുന്നത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആ ഒരു പേര് അക്ബർ ഇട്ട സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, രേണുസുധി പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട്. ഒരു ചമ്മിയ ഞെട്ടല്. ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, റിയൽ ആയിരുന്നു. സീരിയസ്ലി റിയൽ ഒരു റിയാക്ഷൻ ആയിരുന്നു. നമുക്ക് ആ എപ്പിസോഡിൽ ഇപ്പോഴും അത് കാണാം. ആ സമയത്ത് രേണുസുധിയുടെ പ്രതികരണമുണ്ട്. പിന്നീട് മാറി നിന്നിട്ട് അങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? റിയൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രേണുസുധിക്ക് അതിലൊരു വിഷമം തോന്നി എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും മനസ്സിലാവുകയും എല്ലാവർക്കും രേണുസുധിയോട് ഒരു സഹാനുഭൂതിയൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സംഭവത്തിനെ രേണുസുധി ഒരു ഗെയിമായിട്ട് എടുക്കുകയാണെങ്കിൽ രേണുസുധിക്ക് തന്നെയാണ് അത് തിരിഞ്ഞു കൊത്താനായിട്ട് പോകുന്നത്. കാരണം ഇവിടെ അക്ബർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊരു ഗെയിമും കൂടെയാണ്. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറഞ്ഞതിന്റെ അർത്ഥം അക്ബർ രേണുവിന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് എന്നോട് ക്ഷമിക്കണേ, പൊറുക്കണേ ദേവി, അമ്മേ, മഹാമയെ എന്ന് പറയണമെന്നല്ലല്ലോ. മറിച്ച് ക്ഷമ പറയാം, കുറച്ചൊക്കെ അവരെ ഒന്ന് ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാം. അത് അക്ബർ ചെയ്യുന്നുണ്ട്. അതിലപ്പുറം ഇന്നലെയാണെന്ന് തോന്നുന്നു ചപ്പാത്തിയോ ദോശയോ എങ്ങാണ്ട് ലവ് ചിഹ്നത്തിലേക്ക് ഉണ്ടായിക്കൊണ്ട് കൊടുത്ത് അക്ബർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ടാസ്കുകൾ വരുന്ന സമയത്ത് ഈ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ രേണുസുധിയുടെ പേര് പറയാൻ പറ്റില്ല, നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. ഇതൊരു ഗെയിമും കൂടെയാണ്. ഒരു മിസ്റ്റേക്ക് ഒരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളതാണല്ലോ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അത് വളരെ ഗുരുതരമായ തെറ്റാണെങ്കിൽ ആ തെറ്റിന് അതിന്റെ ശിക്ഷയും അത്രത്തോളം തീവ്രമായിരിക്കും. ഇവിടെ ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഒരു വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ രേണു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, അവരുടെ സ്ട്രഗിളിനെ, അവരുടെ ജീവിതത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ അസഭ്യം പറയുകയോ അതോടൊപ്പം ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്തുകയോ ചെയ്തിരുന്നുവെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് വേണമെങ്കിൽ കാണാം നമുക്ക്. അതിനോട് യോജിക്കാൻ മലയാള സമൂഹം ഒരിക്കലും, മലയാളി പ്രേക്ഷകർ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അക്ബറിന്റെ കൂടെ. ഇവിടെ ആ ഒരു ടാസ്കിൽ അക്ബർ ഉപയോഗിക്കാവുന്നതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി. ആ ടാസ്ക്, ആ പ്ലാറ്റ്ഫോമിനെ വേറെയും നൈസായിട്ട് ഫണ്ണായിട്ടൊക്കെ ഉപയോഗിക്കാമായിരുന്നു.
പക്ഷെ അക്ബർ തെരഞ്ഞെടുത്തത് ആ ഒരു അവസരത്തെ മാക്സിമം ഒരാളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഏത് വാക്ക് കൊണ്ടുവരാം. ഈ ഏതോ ഒരു സുരേഷ് ഗോപി പടത്തിൽ അതുക്കും മേലെ എന്ന് പറയുന്ന പോലെ അക്ബർ കൊണ്ടുവന്നൊരു പദപ്രയോഗമാണത്. അത് ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. പുറത്ത് നടന്ന സംഭവങ്ങളും രേണു സുധിയോട് പൊതുസമൂഹത്തിനുണ്ടായിരുന്ന ഒരു എതിർപ്പും വിയോജിപ്പും ഒക്കെ മനസ്സിലാക്കിയ അക്ബർ ഇങ്ങനെ ഒരു പട്ടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർക്ക് ചാർത്തി കൊടുത്തത് എന്നതിലൊന്നും ഒരു തർക്കവുമില്ല. അത് അറിയാതെ, രേണു സുധി അറിയാതെ അല്ലല്ലോ അദ്ദേഹം വന്നത്. വേറെ ഒരാളെയും അദ്ദേഹം അവിടെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞിട്ടില്ല. രേണു സുധിയുടെ പുറത്തെ പല പ്രവൃത്തികളും വളരെ അരോചകമായിട്ട് നമുക്ക് തോന്നുന്നതാണ്, അനാവശ്യമാണ്. വെറുതെ വൈറലാവാൻ വേണ്ടി പല കാട്ടിക്കൂട്ടലുകളും നടത്തിയിട്ടുണ്ട്. അനാവശ്യമായ ഫോട്ടോഷൂട്ടുകൾ, ഫേക്ക് ആയിട്ടുള്ള കല്യാണ റീൽസുകൾ, അങ്ങനെ പലതും. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഈ പ്രവൃത്തികളിലൂടെയാണ് സുധി എന്ന കലാകാരന്റെ വൈഫ് എന്ന നിലയ്ക്ക് പൊതുസമൂഹത്തിന് ആ സ്ത്രീയോടുണ്ടായിരുന്ന ഒരു സഹാനുഭൂതി, അല്ലെങ്കിൽ ഒരു സഹതാപം, അതിലുപരി ഒരു റെസ്പെക്റ്റ്, ആ ഒരു സാധനം ഇല്ലാതായത് ഇവരുടെ പ്രവൃത്തി കൊണ്ടാണ്. ഇവരൊരു സാധാരണ വ്ളോഗിങ് ചാനൽ തുടങ്ങുകയും അവരുടെ ഡെയിലി ലൈഫ് അവരതിലൂടെ അവതരിപ്പിക്കുകയും കുക്കിംഗ് വീഡിയോകൾ ഇടുകയും ചെയ്താൽ പോലും ചിലപ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി അവരെ സ്വീകരിക്കുമായിരുന്നു. രേണു സുധി പക്ഷെ തെരഞ്ഞെടുത്തത് വേറൊരു വഴിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേർക്ക് അവരോട് എതിർപ്പുണ്ട്. പക്ഷെ അപ്പോഴും വ്യക്തിപരമായി അവർ ഇത്രയും ക്രൂശിക്കപ്പെടേണ്ട ഒരാളാണെന്ന് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. പക്ഷെ ബിഗ് ബോസിനകത്ത് അക്ബർ ആ പ്രയോഗം നടത്തിയത് രേണു സുധിയുടെ പുറത്തെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും തന്നെ ആവണം. എന്നിരുന്നാലും ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, അയാൾക്ക് തന്നെ പിന്നീട് തോന്നി അത് തെറ്റാണ് എന്ന് അയാൾ സോറി പറയുന്നുണ്ട്. അതിനുശേഷം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ടോപ്പിക് എടുക്കുന്നുണ്ട്. അവിടെ വെച്ചും അയാൾ ക്ഷമ പറയുന്നുണ്ട്. ലാലേട്ടൻ അയാൾക്ക് ഒരു വീക്ക് ടൈം കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീക്കിൽ അയാൾ പലപ്പോഴായിട്ട് രേണു സുധിയോട് ക്ഷമ പറയുവാനും ആ വിഷയം അവസാനിപ്പിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. അത് ആത്മാർത്ഥമായിട്ടാണോ അല്ലയോ എന്നുള്ളത് അയാളുടെ ചങ്ക് തുറന്നു നോക്കി നമുക്ക് ഉറപ്പുവരുത്താനൊന്നും പറ്റില്ല. പക്ഷെ അയാൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് രേണു സുധിക്ക് ആ വിഷയം അവിടെ കളയാവുന്നതേ ഉള്ളൂ. അതിനെടുത്ത് വെച്ച് ഇനി രേണു സുധി ഗെയിം കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ബാക്ക് ഫയർ ചെയ്യും. കാരണം രേണു സുധി ഇതൊരു ഡ്രാമ ഇറക്കുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായും മനസ്സിലാവും. അപ്പൊ രേണു സുധി ചെയ്യേണ്ടത് അവരുടെ വിശാലമായ മനസ്സ്, അവരുടെ മനസ്സ് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് രേണു സുധിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇവിടെ രേണു സുധി ഒരു മനുഷ്യനായിട്ടും ഒരു ഗെയിമറായിട്ടും വേറൊരു രീതിയിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ ആവില്ല. രേണു സുധിക്ക് എല്ലാവരെയും വിളിച്ചിരുത്തി പറയാം, ഒരു മീറ്റിംഗ് വയ്ക്കാം ക്യാപ്റ്റനോട് പറഞ്ഞിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ക്യാപ്റ്റൻ കൊടുക്കും. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് ആ ടാസ്ക് ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തി അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, അത് കഴിയുമ്പോഴോ ആ ലിവിംഗ് ഏരിയയിൽ ബിഗ് ബോസ് എണീറ്റ് പോകാൻ പറയുന്ന സമയത്ത് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് രേണു സുധിക്ക് പറയാം, എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു പദപ്രയോഗമാണ് അക്ബർ നടത്തിയത്. പക്ഷേ അക്ബർ എൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരുപാട് ആലോചിച്ചു. എൻ്റെ ഒരു സഹോദരനെ പോലെ കണ്ടിട്ട്, അറിയാതെ പറ്റിയൊരു തെറ്റായി കണ്ടിട്ട് ഞാൻ ക്ഷമിക്കുകയാണ്. ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചൊരു സ്ത്രീയാണ് ഞാൻ. ഇനിയും എനിക്ക് ഒരുപാട് താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല. ഈ പ്ലാറ്റ്ഫോമിലെങ്കിലും ദയവ് ചെയ്ത് ഇത്തരം കുത്തുവാക്കുകൾ ആരും പറയാതിരിക്കണം. അത്രമാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ എന്നാണ് രേണു സുധി അവിടെ പറഞ്ഞതെങ്കിൽ അത് വേറെ ലെവലായി പോയനെ. ഇതിപ്പോ കണ്ണാടിയുടെ മുമ്പ് പോയിരുന്ന് ഇങ്ങനത്തെ ഒരു ഡ്രാമ ഇറക്കേണ്ട കാര്യം രേണു സുധിക്ക് ഉണ്ടായിരുന്നില്ല. പല മത്സരാർത്ഥികളും മുൻപ് പല സീസണുകളിലും ഇങ്ങനെയുള്ള ഡ്രാമകൾ ഇറക്കിയിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ടുമുണ്ട്, നമുക്കത് ഡ്രാമയാണെന്ന് മനസ്സിലായിട്ടുമുണ്ട്. രേണു സുധി അതിൽ നിന്ന് വ്യത്യസ്തയാവുന്നില്ല ഇവിടെ. എനിക്ക് തോന്നുന്നത് രേണു സുധി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പുറത്തുള്ള പലരും അവരെ സ്വാധീനിച്ചിരിക്കാം. അല്ലെങ്കിൽ അവരുമായിട്ട് അടുപ്പമുള്ള ആൾക്കാർ പല ഉപദേശങ്ങളും കൊടുത്തുവിട്ട് കാണും. അതെല്ലാം തന്നെ മണ്ടത്തരങ്ങളായിരുന്നു. അതാ മറ്റേ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് പരമാവധി മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാതെ സ്വയം ഗെയിമിനെ വിലയിരുത്തി സ്വന്തം വ്യക്തിത്വം കാണിച്ചുകൊണ്ട് ഗെയിം കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മുന്നേറാൻ പറ്റുള്ളൂ. അല്ലാതെ പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ അത്. നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല അവിടെ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലേ അത്. രേണു സുധി മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ രേണു സുധിയുടെ ഗെയിം അപ്പാടെ കയ്യിൽ നിന്ന് പോവും. ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രേണു സുധിക്ക് അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ. ഒരു ഡ്രാമ ക്യൂൻ എന്നുള്ള ഒരു ഇമേജിലേക്ക് രേണു സുധി മാറാൻ വലിയ സാധ്യതയാണ് ഞാൻ കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.